കൊയ്ത്ത് കഴിഞ്ഞ് വരണ്ടുണങ്ങാൻ കാത്തു കിടക്കുന്ന നെൽപ്പാടത്തെ വൈക്കോൽ ചിന്തകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പാടവും നെല്ലും കൃഷിയുമുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുള്ള ആര്യപുത്ര റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഒരു 4 കെട്ടിൻ്റെ കുടിയിരിക്കൽ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ചടങ്ങിൻ്റെ കാഴ്ചകളിലേക്കാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ നിറഞ്ഞ ഒരു ഹൗസ് വാമിംഗ് ആയിരുന്നു ഇത്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാട്ടോ. നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു, കുറിയൊക്കെ തൊട്ടു. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ അങ്ങനെ പതിവ് കാഴ്ചയില്ലാത്ത ഒന്നാണ് കേട്ടോ. പശുവിനെ ആദ്യം വീട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അതായത് ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറ്റി വീടിന് ചുറ്റും ഒന്ന് വലം വെപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന് ഹൈദരാബാദ് സെറ്റിലായിരിക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ 2 കൾച്ചർ കാണാനായിട്ട് സാധിക്കും, കേരളത്തിലെയും ഹൈദരാബാദിലെയും. കുറേ വർഷങ്ങളായിട്ട് അവരവിടെ സെറ്റിലാണ്. അപ്പം അവിടെ കണ്ട് ശീലിച്ചിരിക്കുന്ന, അവർക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള അവരുടെ ആ ഒരു കൾച്ചർ ഈ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങിലേക്ക് മിങ്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ചടങ്ങുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കേരളം വിട്ടാൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ വളരെ കോമൺ ആയിരിക്കും. ഈവൻ തമിഴ്നാട് മുതൽ, ഞാൻ അന്വേഷിച്ച് പറഞ്ഞതാണ് കേട്ടോ, തമിഴ്നാട് മുതൽ ഈ ഒരു കൾച്ചറുണ്ട്. പക്ഷേ കേരളത്തിൽ അത്ര കോമൺ അല്ലാത്ത ഒന്ന് തന്നെയാണ്. അപ്പം ഇത് കാണുക എന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഇതിലുള്ളത് 2 സംസ്കാരങ്ങളുടെ ഒരു അക്സെപ്റ്റൻസി. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ നല്ല നല്ല സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുക, അത് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് അത്രയും നല്ലതായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ അവർ അതുപോലെ നമുക്ക് ഇവിടെയും ചെയ്യാമെന്ന് ഉള്ളൊരു പ്ലാനിട്ട് ആ രീതിയിലൊക്കെ നമ്മൾ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഒരു പശുക്കുട്ടീനെ കയറ്റി, അതായത് നമ്മൾ വീട്ടുകാർ കയറുന്നതിന് മുന്നേ തന്നെ പശുക്കുട്ടീനെ കയറ്റി ചെറിയ പൂജകളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു കോടിമുണ്ടൊക്കെ പുതപ്പിച്ച്, അത് കറവയുള്ള പശുവിനെയാണ് കേട്ടോ, അല്ലാതെ പശുവിനെ അല്ല, പാലുള്ള കുട്ടിയുള്ള പശുവിനെയാണ് ഇങ്ങനെ വീടിന് ചുറ്റും വലം വെപ്പിക്കുക. നമ്മുടെ നാട്ടിലെ പശുക്കൾക്ക് ഇത് അത്ര ഒരു എന്താ പറയുക, സാധാരണമായിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ടായിരിക്കാം പൂമാലയും പൂജയൊക്കെ ആയിട്ട് ഒന്ന് ഭയപ്പെട്ട് നിൽക്കുമായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ചടങ്ങ് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ശേഷം അവിടുത്തെ വീട്ടുകാർ ചെറിയ പ്രാർത്ഥനയും പൂജയൊക്കെ ആയിട്ട് ഒരു മന്ത്രമൊക്കെ ഉച്ചരിച്ച് വീടിന് ചുറ്റും വരുന്ന ഒരു കാഴ്ചയാണിത്. ഇതിന് ശേഷമാണ് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹൗസ് വാമിങ്ങിൽ നമ്മൾ ഏർലി മോർണിംഗ് നടത്തുന്ന ഒരു ചടങ്ങാണ് ഗണപതി ഹോമം. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ ആ ഒരു ഹോമകുണ്ടവും അതിനുപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളിലൊക്കെ ഒരു കാഴ്ചയാണിത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുന്നത് ലിവിങ് റൂമിലേക്കാണ്. അവിടെയാണ് ഈ ചടങ്ങുകളൊക്കെ കഴിച്ചേക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ ഇത്, ഒരു ഫാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4 കെട്ടായതുകൊണ്ട് തന്നെ നടുമുറ്റത്തിന് ചുറ്റുമായിട്ടാണ് ലിവിങ് റൂം, പൂജാമുറി, മാസ്റ്റർ ബെഡ്റൂം, അടുക്കള, പിന്നെ മറ്റു മുറികളെല്ലാം വരുന്നത്. ഭിത്തി വെട്ടുകല്ലിൻ്റെ പേപ്പർ ജോയിൻറ്റിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു വാളിലായിട്ട് വലിയൊരു മ്യൂറൽ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഒരു ആടുന്ന ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റുമായിട്ട് വരുന്ന തൂണുകൾ, 4 തൂണുകൾ വരുന്നത് കരിങ്കല്ലിൻ്റെ ഒരു ഫിനിഷിങ് തോന്നിപ്പിക്കുന്ന ഒരു ടൈലാണത്, അത് പതിപ്പിച്ചേക്കാണ് കേട്ടോ. സെൻറ്ററിലായിട്ട് വരുന്ന ഈ ഒരു സ്പേസിലൊരു ബുദ്ധൻ, ഒരു വൃക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ഗ്ലാസ് ഇട്ടേക്കുവാണ്. അപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നേരെ വെള്ളം ഈ ഒരു നടുമുറ്റത്തിലേക്ക് വരും. ഇനി മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും
ഈ ഒരു വെള്ളം വരാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി മഴ വേണ്ട, ഉള്ളിലേക്ക് വെള്ളം വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മൂടി വെക്കാനും സാധിക്കും. മാത്രമല്ല മഴ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു മഴ കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മഴ പെയ്യിക്കാനുള്ള സംവിധാനങ്ങളും ഇതിന് ചുറ്റുമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒഴുകി വരുന്ന വെള്ളം പോകാനായിട്ട് ഓവുചാല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നടുമുറ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു സൈഡിലായിട്ട് ചെറിയൊരു റീഡിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബുക്ക് ഷെൽഫ്, ഒരു റീഡിംഗ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. സൈഡിലായിട്ട് വലിയൊരു വിൻഡോയാണ് കൊടുത്തേക്കുന്നത്. ധാരാളം വെളിച്ചം ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് വിൻഡോസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കീ ചെയിൻ പോലെയൊക്കെ തൂക്കാൻ പറ്റുന്നൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മു കിങ്ങു എന്നുള്ളത് അവരുടെ മക്കളുടെ പെറ്റ് നെയിംസ് ആണ് കേട്ടോ. അടുത്ത ചടങ്ങ് പാല് കാച്ചുന്ന ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാല് കൊണ്ട് പാല് കാച്ചിലൊക്കെ മാത്രമല്ല അതിൽ പഴമൊക്കെ അരിഞ്ഞിട്ട് തിളച്ച് തൂന്നതിന് പകരം അതിൽ നിന്ന് കുറം പോലെ അങ്ങനെ 3 തവി പാല് അടുപ്പിലേക്ക് ഒഴിക്കുന്ന ചടങ്ങാണ്. ആലുവടുപ്പാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കരിയും പുകയും വല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ ആലുവടുപ്പാണ് മിക്കവരും തന്നെ വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് പഴമൊക്കെ അരിഞ്ഞിട്ട് വരുന്നവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കും. ശേഷം ഈ ഒരു കലത്തിലേക്ക് നമ്മൾ അരി ഇടണം എന്നാണ്. അപ്പോൾ നമുക്ക് ചോറായിട്ടോ പായസമായിട്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ പാലാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് പായസത്തിന് ആവശ്യമായിട്ടുള്ള അരിയൊക്കെ കഴുകി അതിനകത്തേക്ക് ഇട്ട് അങ്ങനെ ഒരു പായസമാക്കി അതിനെ എടുക്കാൻ പറ്റും. അപ്പം അതും ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പാല് കാച്ചിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് സ്കിപ്പ് അടിച്ച് പോകുന്ന പലർക്കും തോന്നും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നാളെ ഒരു പക്ഷേ ഒരു പാലുകാച്ചൽ ചടങ്ങ് അടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരത്തില്ല കേട്ടോ. കാരണം മോഡേൺ കൾച്ചർ ഉൾക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പല വീടുകളിലും ഇപ്പോൾ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ്. അതിലൊന്നും നമുക്ക് ഈ ഒരു അടുപ്പടുക്കള കാണാൻ സാധിച്ചെന്ന് വരില്ല കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കണ്ട ചില വീടുകളിലൊന്നും അടുപ്പില്ല. പുക, കരി ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈവൻ അവിടുത്തെ സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അവിടെ അടുപ്പടുക്കള അനുവദിക്കുന്നില്ല. ഓപ്പൺ കിച്ചൺ, ഗ്യാസ് കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇത്ര മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. പഴയ വീടുകളിലൊരു ഹൈലൈറ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവിടുത്തെ പൂമുഖം അല്ലെങ്കിൽ വരാന്തയാണ്. അപ്പം ഇവിടുത്തെ വരാന്തയിൽ കൊടുത്തിരിക്കുന്ന മേലെ റൂഫിംഗ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു കറയൊന്നും വരാണ്ടിരിക്കാനായിട്ട് ചെറിയൊരു പോളിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ്, ഇരുമ്പ് കൊണ്ടാണ് ഇതിൻ്റെ പട്ടികയും കഴുക്കോലൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെതൽ പിടിക്കും എന്നുള്ളൊരു ഭയമൊന്നും വേണ്ട. പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ലൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ബിൽഡർക്ക് ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഒരു റാന്തൽ ഷേപ്പിലുള്ള ബൾബൊക്കെ ഒരുപാട് അലഞ്ഞു നടന്ന് മേടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണ് കാണുന്നത്. എക്സാക്ട് ആ ഒരു പഴയ റാന്തലിൻ്റെ രൂപം അല്ലാന്നുണ്ടെങ്കിലും ഒരു മോഡേൺ കൺസെപ്റ്റിൽ വന്നേക്കുന്ന ഒരു റാന്തൽ. ബാക്കി ബൾബുകളിലൊക്കെ കാണാം അതിലൊരു വുഡൻ ആയിട്ടുള്ളൊരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഈ ഒരു വീടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രെയിംസും കളേഴ്സും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ബൾബൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് വെറും ബിൽഡറുടെ മാത്രം ഒരു കൺസെപ്റ്റിൽ വന്നേക്കുന്ന ഒരു വീടല്ല കേട്ടോ. നമ്മളൊരു വീടെന്ന് പറയുമ്പം അതിൽ കസ്റ്റമറുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലാണ് അതൊരു വീടായിട്ട് നമുക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ബിൽഡറുടെ ബ്രെയിനിൽ വന്ന ഒരു വീട് എന്ന് പറയുമ്പം അതൊരു ബിൽഡിംഗ് മാത്രമാണ്. Friends, he is Mr. Harish. He is the architect, builder and the complete executionist of this project. So this is a small ceremony. I am formally taking over the keys from him now. Okay? So I want to do it under your witness. That's it. This is Harish in the will open the name of the building. Come. First over him. Come. Bhuvaneshwari. Bhuvaneshwari is our Kuladevam. Remy, hey, that go pa.
பாரு நீ வந்தது இது இப்பதான் வந்திருக்கு அவரு நியூஸ் பேப்பரே ஜாஸ்தி அதெல்லாம் நீங்க நேத்துக்கு வந்து நீங்க நேத்துக்கு எடுக்கணும் அந்த பேப்பர்ல என்ன நியூஸ் போட்டுன்னு படிச்சியா நீ అందరూ రండి വീട്ടുപേര് വെളിപ്പെടുത്തുന്ന ചടങ്ങെല്ലാം കഴിയുമ്പോഴേക്കും ഫുഡിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെയുള്ള വീട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും രാവിലെ കൊടുത്തിരുന്ന സെറ്റ് സാരി സെറ്റുമുണ്ട് ഇതെല്ലാം മാറ്റി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പട്ട് സാരിയിലേക്കൊക്കെ മാറി വന്നിട്ട് ഗൃഹപ്രവേശത്തിന് വന്നവർ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ വാങ്ങാനായിട്ടിരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് ഗൃഹപ്രവേശത്തിന് കാണുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു ഫീല്, ഫോട്ടോ എടുക്കുക, ഗിഫ്റ്റ് വാങ്ങുക, ആ ഒരു ചടങ്ങ് നമ്മൾ പല കെയർ താമസത്തിന് പോകുമ്പോഴും കാണുന്നത് ആരും കാണാതെ കയ്യിൽ പിടിപ്പിക്കുക, പിന്നെ ഇത്തിരി ചമ്മലോടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ഫീല്, ആ ഒരു അറ്റ്മോസ്ഫിയറേ ആയിരുന്നില്ല കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ദേശീയ പതാക ഒരു പക്ഷേ നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഞങ്ങൾ കയറി ചെല്ലുമ്പം ഈ ഒരു പതാക കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ചിരുന്നു ഇതെന്തിനായിരിക്കാം എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണിയോട് കൂടിയിട്ട് അവിടെ മുത്തപ്പൻ വെള്ളാട്ട്, കണ്ണൂർകാർക്ക് ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മുത്തപ്പൻ്റെ വെള്ളാട്ട്. അത് ഇവിടെ നടത്തുന്നത് വീടിനൊരു ഐശ്വര്യം, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ നിറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സുഹൃത്തായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരത് നടത്താനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നതായിരുന്നു അത് കണ്ടത്. അവരുടെ ഒരു നിർമ്മിച്ച സ്റ്റേജിൻ്റെ ആ ഒരു പതാകയൊക്കെയാണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. പ്രിപ്പറേഷൻ ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ തുടങ്ങി. അവിടെ പയറ് വേവിക്കലും ഉണക്കമീൻ വറുക്കലൊക്കെ. അപ്പോൾ അതിനുശേഷം ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ രാത്രി വരെ നീളുന്ന പ്രോഗ്രാമുകൾ ഈ ഒരു ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഗൃഹപ്രവേശ ചടങ്ങായിരുന്നു കേട്ടോ ഇത്.